ഇന്നത്തെ ഉപ്പുമാവ് ഒരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട് കേട്ടോ. മിക്കവാറും നിങ്ങൾ ആരും തന്നെ അത് ചേർത്തുണ്ടാക്കി കാണില്ല. അപ്പോൾ ബാക്കിയെല്ലാം തന്നെ നിങ്ങളെല്ലാവരും ചെയ്യുന്ന രീതി തന്നെയാണ് നമ്മളുടെ ഈ കൂട്ടുകളെല്ലാം തന്നെ, മനസ്സിലായല്ലോ അല്ലേ? അപ്പം നമ്മളുടെ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ചു, അതിനുശേഷം കുറച്ച് ഓയിലും കൂടെ ചേർത്തു. കാരണം ഓയിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിലാണ് ഉപ്പുമാവിന് ടേസ്റ്റ് വരാമല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ കടുകും മുളകും കരിവേപ്പിലയും പിന്നെ വറ്റൽമുളകും സവാളയും ക്യാരറ്റും എല്ലാം അരിഞ്ഞത് ഇതിലേക്കിട്ട് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. പിന്നെ 1 ഗ്ലാസ് റവയ്ക്ക് 2-2.5 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ വേണ്ട. നമ്മുടെ റവ ഇങ്ങനെ വിടർന്ന് കിടക്കാൻ, തോരനൊക്കെ പോലെ കുഴയാതെ കിടക്കാനായിട്ട്. അപ്പം ഞാൻ ഇത്തിരി കുഴഞ്ഞ രീതിയിലാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു സാധനം ചേർക്കുന്നുണ്ട്. ഈ നെയ്യല്ല കേട്ടോ, നെയ്യൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്താണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും ടേസ്റ്റായിട്ട് ഇരിക്കാനായിട്ടുള്ള സാധനമാണ് നമ്മൾ ചേർക്കുന്നത്. എന്തായാലും നമ്മൾ ഇതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ്, അത് ചേർത്ത് ഇളക്കി കൊടുത്തു. പിന്നെ പറഞ്ഞ സീക്രട്ട് സാധനം ഇത് തന്നെ കേട്ടോ, കുറച്ചൊരു പാൽ, ആ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ ഇളക്കിയെടുക്കുക. പക്ഷേ ഇത്തിരി കുഴഞ്ഞ രീതിയിലാണ് ഞാനെടുത്തത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും ആ രീതിയിൽ ഒഴിച്ചാൽ മതി. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിക്കാണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകാതെ കിട്ടും കേട്ടോ. എന്തായാലും ഏത് രീതിയാണ് ഇഷ്ടം ആ രീതിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കുക. അപ്പോൾ 2.5 ഗ്ലാസ് എന്നുള്ളതിന് 2 ഗ്ലാസ് വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു കിടക്കുന്ന ഉപ്പുമാവ് കിട്ടും. അപ്പോൾ 1.5 ഗ്ലാസ് വെള്ളവും 1/2 ഗ്ലാസ് പാലും എന്ന രീതിയിൽ ചേർത്താലും മതി കേട്ടോ. എന്തായാലും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പിന്നെ അവസാനം ഇത്തിരി മല്ലിയില അങ്ങോട്ട് തൂവിയപ്പോൾ നമ്മുടെ ഉപ്പുമാവ് റെഡി.